आइए हम पहला राजा उसका 18वीं अध्याय वर्स 41 and 42 में 41 और 42 आयतों को हम पढ़ेंगे. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അതിന്റെ 18-ാം അധ്യായത്തിന്റെ 41 42. एक और बार मैं बोलना चाहता हूँ, पहला राजा 18वीं अध्याय 41 and 42. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അതിന്റെ 18-ാം അധ്യായം 41 42. मैं हिंदी में पढ़ूंगा और मलयालम में पढ़ेंगे. फिर एलिया ने आहाब से कहा, उठकर खा पी, क्योंकि भारी वर्षा की सनसनाहट सुन पड़ती है. तब आहाब खाने पीने चले गया और एलिया कर्मेल की चोटी पर चढ़ गया और भूमि पर गिरकर अपना मुंह घुटने के बीच किया. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിൽ നേരെ നോക്കുക. पिछले हफ्ते मैंने इंग्लिश सर्विस में इससे रिलेटेड एक पोर्शन के ऊपर मैंने प्रचार किया था. കഴിഞ്ഞ ഞായറാഴ്ച ഈ ഭാഗത്തോടനുബന്ധിച്ച് കർത്തദാസൻ പ്രസംഗിക്കാൻ ഇടയായി. और कर्मेल पहाड़ी के और चोटी के ऊपर परमेश्वर की ओर से आग गिरकर पूरा बलिवेदी को भस्म करने का उस विषय के ऊपर मैंने प्रचार किया था. കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ ദൈവം അഗ്നി ഇറക്കി ഹോമയാഗത്തെ ദഹിപ്പിച്ച കാര്യം കർത്തദാസൻ പ്രസംഗിക്കുകയുണ്ടായി. आज मैं वो इंग्लिश सर्विस में प्रचार किया था, परंतु इस एथनिक सर्विस में मैं उससे ये आगे की जो बातें प्रभु ने मेरे अंदर शेयर करने के लिए डाला है. ഇംഗ്ലീഷ് സർവീസിലാണ് അത് പ്രസംഗിച്ചത്. അതിനോട് ചേർന്ന് ഇന്ന് ഈ സമയത്ത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് പ്രസംഗിക്കുന്നത്. ये जो अनुच्छेद और ये जो बैकग्राउंड हम सबके लिए बहुत ही सुपरिचित है. ഇത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. संडे स्कूल में और बच्चों का उम्र से, है ना, छोटे उम्र से हम इस बात को सुनकर हम आगे बढ़े हैं. നമ്മൾ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ്. इसलिए ज्यादा उसका पश्चात और उसका डिटेल्स बोलने का कोई जरूरत नहीं है. അതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. इसलिए मैं सीधे उसका संदेश जो प्रभु ने मेरे अंदर डाला है उसी में प्रवेश करने के लिए चाहता हूँ. കർത്താവ് കൊടുത്ത സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. प्रार्थना पूर्वक प्रभु की उपस्थिति में बैठो. പ്രാർത്ഥനാപൂർവ്വം ഇവിടെ ആയിരിക്കണം. और परमेश्वर का बहुत बड़ी एक उपस्थिति हमारे बीच में है. ഇന്ന് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. उसको कभी ना छोड़े. അത് നഷ്ടപ്പെടുവാനിടയാക്കി. मैं हिंदी में बोलता हूँ, हिंदी में एक शब्द है, उसको बरकरार रखना. मतलब यू कंटिन्यू टू मेंटेन इट. അതിനെ തുടർമാനമായി കൊണ്ടുപോകുക. Amen. Praise the Lord. You capture the presence of God. Hallelujah. Praise the Lord. And God is going to do wonderful things in our midst. ദൈവം നമ്മുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനായി പോകുന്നു. Also I know मैं कौन सी भाषा में बोलना है, मुझे बीच में मिस हो जाता. हमारा उपवास प्रार्थना के लिए तैयार होना है. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതാണ്. 3 तारीख से लेकर एक्चुअली 20 तारीख तक हम उपवास और प्रार्थना के लिए अलग कर रहे हैं. അടുത്ത മാസം 3-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ ഉപവാസ പ്രാർത്ഥന. एक्चुअली 31 तारीख से शुरू करने के विचार था, परंतु हमारे रिया डेविस के प्रोग्राम 1 और 2 तारीख को है, इसलिए हम 3 तारीख से शुरू कर रहे हैं. അത് 21-ാം തീയതി തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ചർച്ചിൽ മറ്റുള്ള പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഒരു കുറച്ച് മുമ്പേ ആക്കിയിരിക്കുന്നു. इसलिए आप लोग उसके लिए अपना घर को खोलना है. നിങ്ങളുടെ ഭവനങ്ങളെ ആ പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾ തുറന്നു തരണമേ എന്ന് അപേക്ഷിക്കുന്നു. और सैटरडेज हम घर पे चलाएंगे. ശനിയാഴ്ചകളിൽ ഭവനങ്ങളിൽ പ്രാർത്ഥന. और लास्ट वीक जो है 14 से 20 तक वो भी हम घरों में मीटिंग चलाएंगे. അതിന്റെ അവസാനത്തെ ആഴ്ച 14 തൊട്ട് 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഭവനങ്ങളിൽ പ്രാർത്ഥന. मैं ये बोलना चाहता हूँ, हमारा किसी का भी घर प्रेयर चलाने के लिए चौथा नहीं है. നമ്മുടെ ആരുടെയും ഭവനങ്ങൾ പ്രാർത്ഥന നടത്തേണ്ടതിന്റെ അതിന്റെ സ്ഥലമില്ലാതെ ഇല്ല. आमेन. प्रभु ने बड़ा मकान हम सबको दिया. നമുക്ക് എല്ലാവർക്കും വിശാലമായ ഭവനങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. इसलिए वो मीटिंग के लिए हम तैयार हो जाए. ആ പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകണം. एक आशीषित परमेश्वर का दास पास्टर जॉनी कुटी सेबास्टियन आ रहा है.
നമുക്ക് പരിചയമുള്ള പാസ്റ്റർ ജോണിക്കുട്ടി സെബാസ്റ്റ്യൻ ഈ പ്രാർത്ഥനകൾ സംബന്ധിക്കുന്നതാണ്. और 10 तारीख से लेकर 20 तारीख तक वो हमारे बीच में सेवा करेंगे. 10 തീയതി മുതൽ 20 വരെ അദ്ദേഹം നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. कुछ सालों पहले वो इधर 1 महीना रहकर सेवा की. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 1 മാസത്തോളം പ്രാർത്ഥന. और ये कलीसिया के लिए इनको बहुत आशीष का कारण रहा. അത് നമ്മുടെ സഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. और फिर से आ रहा है काफी सालों के बाद. ചില വർഷങ്ങൾക്ക് ശേഷം ആ കർത്തദാസൻ വീണ്ടും കടന്നു വരും. ये अपॉर्चुनिटी कभी मिस ना करना. ഈ അവസരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. घरों में हम मीटिंग चलाएंगे. ഭവനങ്ങൾ പ്രാർത്ഥനകൾക്ക് मिलकर हम खुदा की आराधना करेंगे. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. हालेलुया. प्रेज द लॉर्ड. यहाँ पर 41वां आयत में ऐसा पढ़ा है, हमने पढ़ा, फिर एलिया ने आहाब से कहा. 41ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, പിന്നെ ഏലിയാവ് ആഹാബിനോട്. और कुछ बातें उसके पहले हुआ है, उसके कारण ये शब्द से ये वचन शुरू किया कि पिन और फिर करके शुरू किया गया है. അതിനു മുമ്പ് ചില സംഭവങ്ങൾ നടന്നിരിക്കുന്ന അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. जैसे मैंने बोला ये परिचित भाग है, इसलिए जस्ट मैं बोलकर आगे बढ़ रहा हूँ. ഇത് വളരെ ചുരുക്കമായി പറഞ്ഞ് ഞാൻ മുമ്പോട്ട് കടന്നു പോകട്ടെ. और आहाब और उसके पत्नी के वो राज्य जब कर रहा था, पूरा इस्राएल परमेश्वर से दूर चले गया. ആഹാബിന്റെയും പത്നിയുടെയും സമയത്ത് ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് വളരെ അകന്നുപോയി. वो बहुत एक विकेट इविल किंग था इस्राएल का. വളരെ മ്ലേച്ഛമായ ഒരു രാജാവായി അദ്ദേഹം മാറി. और पूरा लोग परमेश्वर से दूर चले गए. ആ രാജ്യത്തെ ആൾക്കാർ മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. और केवल इतना नहीं कि परमेश्वर की आराधना उन लोगों ने छोड़ दिया, उन लोग अन्य देवी देवताओं की आराधना करना शुरू कर दिया. അവരെ യഹോവയിൽ നിന്ന് മാറിപ്പോയെന്ന് മാത്രമല്ല, മറ്റുള്ള അന്യ ദൈവങ്ങളുടെ ആരാധിക്കുവാനായിട്ട് അവർ തുടങ്ങി. और पूरा इस्राएल में अन्य देवी देवताओं का मूर्तों को और वेदियों को उन लोगों ने खड़ा कर दिया. അവരെ അന്യ ദൈവങ്ങളെ ആരാധിക്കുക മാത്രമല്ല, അതിന്റെ വിഗ്രഹങ്ങളും അതിനു വേണ്ടി ബലിപീഠങ്ങളും അവരുണ്ടാക്കി. और उसने उन लोगों ने ऐसा किया कि जो सच्चे परमेश्वर की जो सेवक लोग हैं, उन सभी लोगों को उन लोगों ने मार डाला. അത് മാത്രമല്ല, സർവശക്തനായ ദൈവത്തിന്റെ പ്രവാചകന്മാരെ അവർ കൊന്നുകളയുകയും ചെയ്തു. एलिया एक बार बोल रहा है कि मैं अकेले अभी रह गया हूं करके. ഏലിയാവ് അതിന്റെ ഒരു സമയത്ത് പറയുന്നുണ്ട്, കർത്താവ് ഞാൻ മാത്രം ഒരുവനായി അവശേഷിച്ചിരിക്കുന്നു. वो अकेले नहीं था, फिर भी उनको ऐसा लग रहा था वो अकेले ही छोड़ गया इस्राएल में. ഇസ്രായേൽ യഹോവയുടെ പ്രവാചകനായി ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചു. हमें ऐसे एक बुरी हालत में इस्राएल आ पहुंचा था. അങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടിലെ ഒരു മ്ലേച്ഛമായ സാഹചര്യങ്ങളിൽ കൂടി ഇസ്രായേൽ ജനം കടന്നുപോയി. ऐसी एक जमाने में परमेश्वर ने एलिया को उठ खड़ा किया. ആ ഒരു സമയത്ത് ദൈവം ഏലിയാവിനെ അവരുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ചു. मैं एक विशेष बात एलिया के बारे में बोलने के लिए चाहता हूँ. ഒരു പ്രത്യേക കാര്യം ഞാൻ ഏലിയാവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. एलिया शमरिया में रहने वाला नहीं था. ഏലിയാവ് ശമരിയയിൽ ജീവിക്കുന്ന ഒരാളായിരുന്നില്ല. आमीन. वो वहां पर दूसरे जगह से वहां पर आकर रहने वाला था. വേറൊരു സ്ഥലത്ത് നിന്ന് അവിടെ ശമരിയയിൽ വന്ന് താമസിക്കുന്ന ആളായിരുന്നു. जैसे एक इमिग्रेंट करके बोल सकता है, वैसे अन्य देश से यहाँ पर आकर रहने वाला एक व्यक्ति था एलिया. നമ്മളെ പോലെ ഒരു പരദേശിയായി ഈ ഒരു സ്ഥലത്ത് ശമരിയയിലേക്ക് വന്ന് താമസിക്കുന്ന ആൾ. आमीन. उसी व्यक्ति को परमेश्वर ने उठ खड़ा किया. അങ്ങനെ ഒരു വ്യക്തിയാണ് കർത്താവ് അവിടെ എഴുന്നേൽപ്പിച്ചത്. सीधे राजा के पास जाकर राजा से बात कर रहा है. നേരെ രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് സംസാരിക്കുന്നു. उसका कोई सेवकाई का पश्चात नहीं है. ശുശ്രൂഷയിൽ അങ്ങനെ ഒരു പരിചയമുള്ള ആളല്ല. हमें कोई सेवा अभी तक उसने किया तक नहीं. ഇങ്ങനെ ഒരു ക്രിയ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. परंतु परमेश्वर ने ऐसे एक व्यक्ति को बहुत बड़ा एक सेवकाई के लिए खड़ा किया. എങ്കിലും ദൈവം ഇങ്ങനെ ഒരാളെ രാജാവിന് മുമ്പിൽ പോയി സംസാരിക്കുന്നതൊക്കെ എഴുന്നേൽപ്പിച്ചു. उसका एक कारण था, मैं आपको बताने के लिए चाहता हूँ. അതിനൊരു കാരണമുണ്ടായിരുന്നു. हमें वो आहाब के सामने जाकर आहाब से ऐसा कह रहा है, ആഹാബിന്റെ അടുക്കൽ ചെന്ന് ആഹാബിനോട് പറയുന്നു, हमें जिस परमेश्वर का सेवा मैं करता हूँ या जिस परमेश्वर की उपस्थिति में मैं खड़ा रहता हूँ, ഏത് ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ സേവിക്കുന്നു, हमें वो परमेश्वर की उपस्थिति में रहने वाला एक व्यक्ति था. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. हमें इसलिए परमेश्वर ने उन्हें इस्तेमाल किया. അതുകൊണ്ടാണ് ഏലിയാവിനെ കർത്താവ് ഉപയോഗിച്ചത്. जो परमेश्वर की उपस्थिति में रहता है उन्हें ही परमेश्वर इस्तेमाल कर सकता है. ആര് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നുവോ അവരെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. अगर हम उपस्थिति में बने रहेंगे, हमें परमेश्वर सेवकाई में आगे बढ़ाएगा. ദൈവം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചിലവഴിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ ദൈവത്തിന്റെ സേവയ്ക്കായി നമ്മളെ और ഉപയോഗിക്കും. परमेश्वर का महिमा हमारे जरिए प्रकट होंगे. അതിന് മൂലം ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലും
നമ്മുടെ ഇടയിലും അത് പ്രയോജിപ്പിക്കാനിടയായി. ऐसे अहाब के सामने जाकर उसने भविष्यवाणी की. അങ്ങനെ ഏലിയാവ് ആഹാബിന്റെ അടുക്കൽ ചെന്ന് ദൂത് അറിയിക്കുന്നു. हमें 3.5 साल तक हमें इस्राएल में बारिश नहीं हुई. 3.5 വർഷം ഇസ്രായേൽ മഴ പെയ്തില്ല. आपको मालूम है इस्राएल में ऐसे देश में 3.5 साल बारिश ना होने से क्या होता है? 3.5 വർഷക്കാലം ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്ത് മഴ പെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാവുന്നതാണ്. हमें कैलिफोर्निया में बारिश ना होने से भी हम मैनेज करते हैं. കാലിഫോർണിയയിൽ മഴയില്ലെങ്കിൽ പോലും നമ്മൾ മാനേജ് ചെയ്യാം. हमें गवर्नमेंट पानी कहीं ना कहीं से लेकर आता है बड़ा टनल में. ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ടണൽ വഴിയൊക്കെ ഇവിടെ വെള്ളം കൊണ്ടുവരും. थोड़ा कुछ रेस्ट्रिक्शन है, बस वही हमारे लिए मुसीबत की बात. ചില കുറച്ച് റെസ്ട്രിക്ഷൻസ് വരും, അല്ലാതെ പ്രശ്നങ്ങളില്ല. परंतु हमें उस जमाने में ऐसा नहीं था. ആ സമയത്ത് പഴയ കാലങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. हमें पूरा इस्राएल अकाल में चले गया. എല്ലാ ഇസ്രായേലും ക്ഷാമത്തിലേക്ക് കടന്നുപോയി. हमें देश में बहुत परेशानी. രാജ്യത്തെങ്ങും പ്രശ്നങ്ങൾ. थोड़ा घास हमने हरा घास के लिए लोग ढूंढ कर चल रहे थे. പച്ച പുല്ലിന് വേണ്ടി അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആൾക്കാർ അതിനുവേണ്ടി അന്വേഷിച്ചു इंसान और जानवर सब मर रहे थे. മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ മരിക്കും. क्या कारण था? എന്തായിരുന്നു കാരണം? लोग परमेश्वर को छोड़कर चले गए. ജനത ഈ ദൈവത്തിങ്കൽ നകന്നുപോയി. हमें परमेश्वर ने पहले से उन लोगों से कहा था, ആദ്യമേ തന്നെ കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, मैं ये प्रॉमिस लैंड आपको दे दूंगा. ഈ ദേശം നിങ്ങൾക്ക് തരുന്നുണ്ട്. परंतु इस देश में जब आप लोग आप प्रोसेस करेंगे, उसमें आ जाएंगे, നിങ്ങൾ ഈ രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ इस देश के देवी देवताओं का पूजा ना करना, ആ രാജ്യത്തെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, उनके जैसे नहीं चलना. അവരുടെ പോലെ നിങ്ങൾ നടക്കരുത്. और अगर तुम ऐसा करोगे, നിങ്ങൾ അങ്ങനെയുള്ള ദൈവങ്ങളെ ആരാധിച്ചാൽ हमें मैं तेरे ऊपर आकाश को बंद करूंगा. ഞാൻ ആകാശങ്ങളെ നിങ്ങൾ അടച്ചു കളയുമെന്ന് परमेश्वर का आशीष को परमेश्वर ने बंद कर दिया. അങ്ങനെ കർത്താവ് ദൈവമായ അനുഗ്രഹങ്ങളെ അടച്ചു കളഞ്ഞു. हमें लोग अकाल में चले गया. ജനം പട്ടിണിയിലേക്ക് കടന്നുപോയി. और परमेश्वर ने एलिया को प्रबंध किया. और दूसरी कहानी है, ഏലിയാവിനെ കർത്താവ് പറഞ്ഞത് വേറൊരു കഥയാണ്. हमें उनके लिए प्रबंध, उनके लिए प्रोविजंस परमेश्वर ने किया. ഏലിയാവിന് വേണ്ടി വേറെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ ദൈവം കൊടുക്കും. हमें क्योंकि परमेश्वर विश्वास योग्य परमेश्वर है. കാരണം കർത്താവ് നമുക്ക് വിശ്വസിക്കാവുന്ന ദൈവമാണ്. हमें 3.5 साल चले गए. 3.5 വർഷം കടന്നുപോയി. और उसके आखिरी में अब आ गया. അതിന്റെ അവസാന സമയത്തിൽ എത്തിയപ്പോൾ और एलिया से फिर से परमेश्वर की आत्मा ने बात की. വീണ്ടും ഏലിയാവിനോട് കർത്താവ് സംസാരിക്കും. एलिया से बोला, तुम जाकर अपने आप को आहाब को प्रकट कर. ഏലിയാവിനോട് പറയുന്നു, നീ പോയി ആഹാബിന് നിന്നെ തന്നെ കാണിക്കും. 18वें अध्याय में आहाब को वेट करने के लिए जा रहा, मिलने के लिए जा रहा. 18ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഏലിയാവ് ആഹാബിനെ കാണുവാൻ വേണ്ടി പോകും. और उनसे एक चैलेंज को एलिया ने दे दिया. അവിടെ ഒരു ചലഞ്ച് ഒരു ഏലിയാവ് വെക്കുകയാണ്. हमें एलिया ने बोला, आपके सारे बाल की सारे सेवा करने वाला भविष्यवक्ताओं को बुला ले. ഏലിയാവ് പറയുന്നു, നിന്റെ ദൈവമായ ബാലിന്റെ എല്ലാ പ്രവാചകന്മാരെയും വിളിച്ചുകൊണ്ട് വരിക. और हम मिलकर एक कॉन्टेक्स्ट में जाएंगे. कॉन्टेक्स्ट നമ്മൾ ഒരുമിച്ച് അതിന്റെ ഒരു एक मत्सरम. മത്സരത്തിലേക്ക് നോക്കാം. ओके, हम ये बलि वस्तु को काट कर बलि वेदी पर डालेंगे. ഈ ബലിപീഠത്തിലെ വസ്തുക്കൾ മുറിച്ച് ബലിപീഠത്തിൽ വെക്കുമ്പോൾ और हम दुआ करेंगे, और जो परमेश्वर आग से उत्तर देगा वही परमेश्वर जीवित परमेश्वर होगा. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. हालेलुया. और कहानी आप सब लोगों को मालूम है, इसलिए मैं उसमें जाने के लिए नहीं चाहता हूं. ആ കഥ നമുക്ക് എല്ലാവരും അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. हमें 850 हमें याजक लोग और नबी लोगों ने पूरा सुबह से लेकर शाम तक बुलाकर कहा, प्रार्थना किया, परंतु कोई आग ऊपर से नीचे नहीं आया. ബാലിന്റെ 850 പ്രവാചകന്മാർ രാവിലെ തൊട്ട് ഉച്ച വരെ അവര് പ്രാർത്ഥിച്ചു. അവര് വളരെ ദേഹമൊക്കെ മുറുക്കി ഉണ്ടായി, എങ്കിലും ഉത്തരം ഉണ്ടായില്ല. हमें शाम के वक्त यहाँ एलिया आगे आकर खड़े हो रहा. സന്ധ്യയായപ്പോൾ ഏലിയാവ് മുമ്പോട്ട് കടന്നു വന്നു. और उसने क्या किया? बलिवेदी को तैयार कर दिया. ഏലിയാവ് യാഗപീഠം ഉണ്ടാക്കി. तो मैं बोलने के लिए चाहता हूँ, अगर आग उतर कर आना है तो बलिवेदी को तैयार करना होगा. സഹോദരന്മാരെ ഞാൻ പറയുന്നു, നിങ്ങളുടെ കർത്താവിന്റെ അഗ്നി നമ്മുടെ മേൽ വരണമെങ്കിൽ നമ്മൾ യാഗപീഠങ്ങളെ കൊതിക്കണം. बलिवेदी मतलब आराधना की जगह है. യാഗപീഠം എന്ന് പറഞ്ഞാൽ ആരാധനയുടെ സ്ഥലം, प्रार्थना का दुआ का जगह है. പ്രാർത്ഥന
പ്രാർത്ഥനയുടെ സ്ഥലം. अगर किसी का भी दुआ का जगह हमें नीचे गिर गया है, टूट गया है, उसको बनाना जरूरी है. ആരുടെയെങ്കിലും പ്രാർത്ഥനയുടെ മുറികൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അത് താഴെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ പണിയേണ്ട സമയമായി. यहाँ पर कर्मेल पर एक बलिवेदी था, परंतु वो टूट पड़ा था. ഇവിടെ കർമ്മേൽ ഒരു യാഗപീഠം ഉണ്ടായിരുന്നെങ്കിലും അത് തകർന്ന അവസ്ഥയിലായി. इसलिए एलिया ने पहले बलिवेदी को उसने बनाया. അതുകൊണ്ട് ഏലിയാവ് ആദ്യമേ യാഗപീഠം പുതുക്കിപ്പടുത്തു. और उसमें बलि वस्तु को चढ़ाया. അതിന്മേൽ ബലി യാഗവസ്തു വെച്ചു. और लोगों ने बोला इतना सारा पानी डालो पूरा गीला हो जाए. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ വളരെ അധികം വെള്ളം അവിടെ ഒഴിക്കുക. आमीन. वो पानी डालने के कारण पूरा बलि वस्तु, बलिवेदी और सामने वाला जमीन पूरा गीला पड़ा था. അതിന്റെ കാരണം അവിടെ വെള്ളം ഒഴിച്ച് അത് മുഴുവൻ നനയ്ക്കുവാനായിട്ട് പറഞ്ഞു. और एलिया ने घुटना देकर परमेश्वर से प्रार्थना की. ഏലിയാവ് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. और परमेश्वर ने वहां पर अद्भुत चमत्कार किया. അവിടെ ദൈവം വളരെ അത്ഭുതം ചെയ്തു. हमें आगे जब हम पढ़ते हैं, ये 38वां आयत में 38 वर्ष में लिखा है. 38ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, आमीन. कि ऐसा ये परमेश्वर ऊपर से आग बरसा कर वो पूरा बलिवेदी को बर्न कर दिया और आमीन जला दिया करके लिखा है. നമ്മളവിടെ വായിക്കുന്നു, ദൈവം ആകാശത്ത് നിന്ന് തീയിറക്കി അത് മുഴുവൻ ദഹിപ്പിച്ചു. जब 39वां वचन में मतलब 39 वर्ष में आते हैं, നമ്മൾ 39ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ये सारे लोग नीचे हमें वहां पर गिर कर कह रहा है यहोवा के अलावा और कोई परमेश्वर नहीं है. ജനമെല്ലാം അത് കണ്ട് കവിണ് വീണു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. और उन लोग परमेश्वर पर वापस आ गया. അങ്ങനെ അവർ ദൈവത്തിലേക്ക് മടങ്ങി വന്നു. हमें दुआ करने वाले व्यक्ति का अकेले एक व्यक्ति के कारण पूरा लोग विश्वास में वापस आ गया. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നുകൊണ്ട് മുഴുവൻ രാജ്യത്തിലെ ആൾക്കാർ ദൈവത്തിലേക്ക്. काफी बार काफी लोगों को हम बोलते हैं ये दुआ नहीं करता, ये अच्छे से नहीं चलता, ये कर रहा, वो कर रहा, उसके कारण ये सब कुछ हो रहा है. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല, അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല परंतु यहाँ पर अकेले एक व्यक्ति बराबर परमेश्वर की उपस्थिति में रहने के कारण पूरा इस्राएल परमेश्वर के पास ഇവിടെ നമ്മൾ കാണുന്നു, അവിടെ ഒരു വ്യക്തി ദൈവത്തിലേക്ക് അടുത്ത് വന്നതുകൊണ്ട് മുഴുവൻ ഇസ്രായേൽ ദൈവത്തിലേക്ക്. मेरा दुआ ये है प्रियो, परमेश्वर एलिया के जैसे मुझे और आपको इस्तेमाल करे. എന്റെ പ്രാർത്ഥന ഇതാണ്, हालेलुया हालेलुया. നമ്മളെ ഓരോരുത്തരെയും ആക്കട്ടെ. एक एलिया काफी है. ഒരു ഏലിയാവും ധാരാളം. हमें एक एलिया काफी है. ഒരു ഏലിയാവും മതി. दुआ करने वाला एलिया, പ്രാർത്ഥിക്കുന്ന ഏലിയാവ്, आराधना करने वाला एलिया, ആരാധിക്കുന്ന ഏലിയാവ്, बलिवेदी को बनाने वाला एलिया, യാഗപീഠം പണിയുന്ന ഏലിയാവ്. पूरा लोग विश्वास में वापस आएंगे. മുഴുവൻ ആ വ്യക്തികൾ വിശ്വാസം. ये अवस्था हमें बदलेंगे. നമ്മുടെ ഈ സിറ്റുവേഷൻസ് നമ്മുടെ മാറും. हमें सूखापन बदल जाएगा. सूखापन हमें आया ഉണങ്ങിയ അവസ്ഥ മാറിക്കിട്ടും. हमें परमेश्वर का बारिश हमारे ऊपर गिरेंगे. ദൈവത്തിന്റെ മഴ നമ്മുടെ മുമ്പിൽ. एक ही व्यक्ति को चाहते हैं, ഒരു വ്യക്തി മാത്രം. वो एलिया आप है. ആ ഏലിയാവ് നിങ്ങളാണ്. आप है. നിങ്ങളാണ് ആ ഏലിയാവ്. क्या आप अपने आप को समर्पण कर सकते हैं? നിങ്ങൾ ദൈവത്തിന്റെ സമയം സമർപ്പിക്കാൻ. हमें दूसरों को मत देखे, മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട. हमें दूसरे के ऊपर दोष न लगाए. മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ കുറ്റം ആരോപിക്കേണ്ട. हमें एलिया के जैसे घुटना फेंके, ഏലിയാവിനെ പോലെ മുട്ടുമടക്കുക. खुदा से दुआ करे. ദൈവത്തോട് പ്രാർത്ഥിക്കുക. हमें खुदा लोगों को वापस आ जाएगा. ദൈവം മടങ്ങിപ്പോ അവരെ മടക്കിക്കൊണ്ടുവരും. हालेलुया. ഹല്ലേലൂയ. क्या आप समर्पण करने के लिए तैयार हैं? നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണോ? केवल आग ही नहीं बरसा, അവിടെ മഴ മാത്രമല്ല ഉണ്ടായത്, आग ऊपर से आग ही नहीं आया. അവിടെ തീ മാത്രമല്ല വന്നത്. हमें आगे हम वचन में पढ़ते हैं, आगे पढ़ते समय ये देखता है कि एलिया कह रहा है उसका 850 अन्य देवी देवता के याजक लोगों को, नबियों को हमें उनको पकड़ कर मार डालने के लिए. നമ്മളോട് വായിക്കുന്നു, ബാലിന്റെ 850 പ്രവാചകന്മാരെയും ഏലിയാവ് പിടിച്ചു കൊന്നുകളയുന്നു. हमें कीशोन वैली में हमें सभी लोगों को मार डाला. ആ കീശോന്റെ താഴ്വരയിൽ എല്ലാ ബാലിന്റെ പ്രവാചകന്മാരെയും കൊന്നുകളഞ്ഞു. मतलब क्या है? वापस कभी नहीं जा सकता, ऐसे उन लोगों को प्रभु के पास वापस आया. അതിന്റെ അർത്ഥം അവർ തിരിച്ച് ബാലിലേക്ക് ഒരു കാരണവശാലും പോകാത്ത രീതിയിൽ അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. हालेलुया. उन लोग पूरी रीति से मन फिराया. മുഴുവൻ രീതിയിലും ഒരു മാനസാന്തരം അവർക്കുണ്ടായി. प्रभु के पास उन लोग वापस आया. യഹോവയിലേക്ക് അവർ മടങ്ങി വന്നു. हमें उन लोगों ने कहा हमें यहोवा ही प्रभु है. അവര് പറഞ്ഞു യഹോവ മാത്രം ദൈവം. हमें उन लोग बाल के सारे नबियों को मार डाला.
ബാലിന്റെ എല്ലാ പ്രവാചകന്മാരെ ഓർക്കുന്നു കളഞ്ഞു. तब हमें एलिया ये शब्द कह रहा है. ആ സമയത്താണ് ഏലിയാവ് ഈ വാക്യം പറയുന്നത്. फिर एलिया ने എന്നാൽ എന്നിട്ട് ഏലിയാവ് हालेलुया कब एलिया ये बात शब्द बोला? എപ്പോഴാണ് ഇത് ഏലിയാവ് പറഞ്ഞത്? जब पूरा लोग मन फिराकर परमेश्वर के पास आया. എല്ലാ വ്യക്തികളും മാനസാന്തരപ്പെട്ട് യഹോവയിലേക്ക് മടങ്ങി വന്ന हमें अगर एक बारिश का जो हमें इंतजार हम कर रहा है, നമ്മളൊരു മഴയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ हमें परमेश्वर की ओर से एक आशीष को हम चाहते हैं. ദൈവത്തിങ്കൽ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ हमें वापस आना होगा खुदा के पास. നമ്മൾ ദൈവത്തിലേക്ക് मടങ്ങി വരേണ്ടതാണ്. हालेलुया आप स्पिरिचुअली एस्टैब्लिश हो जाए, आपके बाकी सारे काम परमेश्वर करेगा. നമ്മൾ ആത്മീയമായി നമ്മൾ വളരുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. आज जो भजन संगीत हमारा सोजन ब्रदर ने जो पढ़ा है, ഇന്ന് നമ്മൾ സങ്കീർത്തനത്തിലെ സ്വജനങ്ങൾ വായിച്ചു കേട്ടു. अगर यहोवा मेरा चरवाहा है, യഹോവ എന്റെ ഇടയനാകുന്നു, अब हमें मुझे कोई गठरी नहीं होगी. എനിക്കൊരു മുട്ടുമുട്ടുണ്ടാകില്ല. हमें हो सकता है हमें मृत्यु तो तराई से भी होकर जाऊं, നമ്മൾ മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് നടന്നു പോകുന്നത്. मुझे करने का कोई जरूरत നമുക്ക് नहीं. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. हमें पहले आत्मिक अवस्था में वापस आ जाए. നമ്മൾ ആത്മീയമായി ആദ്യമേക്ക് മടങ്ങി വരണം. हमें हर एक जरूरतें परमेश्वर पूरा करेगा. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും परमेश्वर आपका क्या करेगा? ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുന്നതായി हमें वो हमारा सारे जरूरतें पूरी करेगी. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് പ്രവർത്തിക്കും. हमें यहोवा हमारा चरवाहा बनने दे. യഹോവ എന്റെ ഇടയനാകുന്നെങ്കിൽ यहाँ पर सारे इस्राएल वापस आ गए. ഇവിടെ നമ്മൾ കാണുന്നു മുഴുവൻ ഇസ്രായേൽ एक ही व्यक्ति के कारण, ഒരു വ്യക്തിയുടെ वो കാരണം व्यक्ति आज आप है. ആ വ്യക്തി ഇന്ന് നിങ്ങളാണ്. आपका दुआ काम करने जा रहा है. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. पूरे इस्राएल को वापस लेकर आने वाला മുഴുവൻ है. ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവരാൻ आमीन. ശക്തിയുള്ളവനാണ്. ये सारा इस्राएल जब वापस आया, ഈ മുഴുവൻ ഇസ്രായേലും യഹോവയിലേക്ക് മടങ്ങി വന്നപ്പോൾ एलिया को एक बात समझ में आया. ഏലിയാവിന് ഒരു കാര്യം മനസ്സിലായി. हमें वही वचन हमने यहाँ पर पढ़ा है. ആ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. हमें उसने आहाब से कहा, ആഹാബിനോട് പറയുന്നു, उठकर खा पी, क्योंकि भारी वर्षा की सनसनाहट सुन पड़ती है. നീ ഭക്ഷിച്ചു പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. जब लोग प्रभु के पास वापस आएगा, എപ്പോൾ ജനം യഹോവയിലേക്ക് മടങ്ങി വരുന്നു, परमेश्वर की ओर से हमें बारिश हमारे ऊपर आएगी. അത്യുന്നതനായ ദൈവത്തിങ്കിൽ നിന്ന് ഒരു മഴ നമ്മൾക്ക് ലഭിക്കും. हमें बारिश बोलने से हर प्रकार की आशीष को दिखाती है. മഴ എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളെയുമാണ് കാണിക്കുന്നത്. हमें आत्मिक आशीषों को दिखाती है. ആത്മീയ അനുഗ്രഹങ്ങളെ കാണിക്കുന്നു. हमें शारीरिक आशीषों को दिखाती है. നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യങ്ങളെ हमारे मानसिक आशीषों को दिखाती है. മാനസികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി हमें जब हम प्रभु के पास वापस आएंगे, എപ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ മടങ്ങി വരുന്നു, उपवास और प्रार्थना के जरिए वापस आएंगे, ഉപവാസത്തിലും പ്രാർത്ഥനയും നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി अपने വരുന്നു, गलतियों को मानकर हम वापस आएंगे. നമ്മുടെ തെറ്റുകുറ്റങ്ങളെ വിട്ടുകളഞ്ഞ് മാനസാന്തരപ്പെടുത്തുന്നു. हमें परमेश्वर का बरकत की बारिश हमारे ऊपर गिरेगी. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ മഴ നമ്മൾ हाथ उठाकर हम परमेश्वर का धन्यवाद करें. हालेलुया. हालेलुया। अभी बारिश नहीं आया है, ഇവിടെ മഴ പെയ്തില്ല, परंतु एलिया खराज में बारिश का सनसनाहट सुन पड़ रही है. ഏലിയാവ് എന്നിട്ട് പറയുന്നു, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. आपको समझ में आया मैं जो बात बोल रहा हूँ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? एक बूंद काला बादल तक नहीं है, ഒരു വലിയ കാർമേഘം കാണുന്നില്ല, हमें और कुछ हवा नहीं चल रही है. കാറ്റ് പഠിക്കുന്നില്ല, हमें पूरा आकाश 3.5 साल से धूप से भरा है, 3.5 വർഷമായിട്ട് ആകാശത്ത് ഒരു കാർമേഘവും വന്നിട്ടില്ല. परंतु एलिया कह रहा है कि मैं सनसनाहट सुन रहा हूँ. എങ്കിലും ഏലിയാവ് പറയുന്നു, വലിയ മഴയുടെ മുഴക്കം ഞാൻ കാണുന്നു. हमें प्रियो समझ लीजिए, മനസ്സിലാക്കൂ സഹോദരൻ, जब आप प्रभु के खुदा के पास वापस आएगा, എപ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ മടങ്ങി വരുന്നു, हमें प्रभु के आशीष का सनसनाहट आप सुन सकते हैं. യഹോവയുടെ അനുഗ്രഹം നമ്മൾ കേൾക്കാൻ സാധിക്കും. आमीन. फिर से मैं बोलना चाहता हूँ, ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, हमें जब आप खुदा के पास वापस आएगा, എപ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ മടങ്ങി വരുന്നു, आप परमेश्वर के बारिश के सनसनाहट सुन सकते हैं. നമ്മൾ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കാൻ കഴിയും. हमें क्या आप प्रभु के सनसनाहट सुन सकते हैं? ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? हमें एलिया के कान पर वो सुन पड़ी थी. ഏലിയാവിന് അത് കേൾക്കാൻ സാധിച്ചു. हालेलुया. इसलिए उसने आहाब से कहा, അതുകൊണ്ട് ഏലിയാവ് ആഹാബിനോട് പറയുന്നു, राजा तुम खाने पीने के लिए चले जाओ. രാജാവ് നിങ്ങൾ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനായി കടന്നു പോകുക. और नेक्स्ट वर्स हम देखते हैं, അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 42वां आयत में हम ये पढ़ता है, 42ാമത്തെ വാക്യത്തിൽ, तब आहाब खाने पीने चले गया.
ആഹാബ് ഭക്ഷ്യപാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. हालेलुया, वो खाने पीने के लिए कीशोन वादी से ऊपर पहाड़ के ऊपर चले गया. അവൻ ഭക്ഷിക്കുവാൻ വേണ്ടി കിശോർ താഴ്വരയിൽ നിന്ന് മലയുടെ മേളിലേക്ക് കയറിപ്പോയി. आत्मिक रीति से गिरे हुए एक व्यक्ति का हालत ये है. ആത്മീയമായി വീണുപോയ ഒരു വ്യക്തിയുടെ അവസ്ഥ ഇതാണ്. अब उसको ये बड़ी बारिश का सनसनाहट नहीं सुनाई दे रहा है. അദ്ദേഹത്തിന് ഈ മഴയുടെ ശബ്ദം കേൾക്കുന്നില്ല. और उसको मालूम ही नहीं कि ये पाने के लिए क्या करना चाहिए. അദ്ദേഹത്തിന് അറിയത്തുമില്ല ഇത് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം. हमें इसलिए उसने जैसे एलिया ने कहा वैसे खाने पीने के लिए चले गया. ഏലിയാവ് പറഞ്ഞ ഉടനെ ആഹാബ് ഭക്ഷിക്കാനും പാനം ചെയ്യും. परंतु एलिया ने क्या किया? പക്ഷേ ഏലിയാവ് എന്താണ് ഇവിടെ 42 आयत में ऐसे पढ़ते हैं. 42ാമത്തെ വാക്യത്തിൽ हमें आहाब तो खाने पीने के लिए चले गया. ആഹാബ് ഭക്ഷിപ്പാനായി പോയി. हमें राजा की भोजन सारे तैयार है. രാജാവിന്റെ ഭക്ഷണം മുഴുവൻ റെഡിയാണ്. सुबह से कुछ नहीं खाया था. രാവിലെ തൊട്ട് അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല. इंतजार कर रहे थे बाल की हमें सारे नबियों के साथ खाना खाएंगे करके. അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ബാലിന്റെ പ്രവാചകന്മാരുമായി ഭക്ഷണം കഴിക്കാൻ. हमें परंतु उसका खाना अभी नहीं हो रहा है. അവരുടെ ഭക്ഷണം सब ഉണ്ടാകും. मार पड़े हैं किशन वैली में. എല്ലാ ബാലിന്റെ പ്രവാചകന്മാരെയും കൊന്നു കളഞ്ഞു. परंतु अभी वो अकेला बैठकर राजा का पूरा भोजन बहुत ही आनंद के साथ खा रहा है. ആഹാബ് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് മുഴുവൻ രാജകീയ ഭക്ഷണവും ഭക്ഷിക്കുക. परंतु एलिया क्या कर रहा है? പക്ഷേ ഏലിയാവ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? परमेश्वर का जन क्या कर रहा है? ദൈവത്തിന്റെ ജനം എന്താണ് ചെയ്യുന്നത്? हमें यहाँ पर ऐसा पढ़ता है. ഇവിടെ നമ്മൾ വായിക്കുന്നു, जब आहाब खाने पीने के लिए चले गया, ആഹാബ് ഭക്ഷിപ്പാൻ പോയപ്പോൾ एलिया कर्नेल की चोटी पर चढ़ गया और भूमि पर गिरकर अपना मुंह घुटने के बीच में किया. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് हमें वो दुआ कर रहा है. പ്രാർത്ഥിക്കുക. हमें आहाब अच्छे से खाना खा रहा है. ആഹാബ് നല്ലപോലെ രാജീയ ഭക്ഷണങ്ങൾ उसको मालूम नहीं है बारिश को प्राप्त करने के लिए क्या करना है. ആഹാബിന് അറിയത്തില്ല ആ മഴ ലഭിക്കേണ്ടതിന് എന്ത് ചെയ്യണം. हमें एलिया भी भूखा था सुबह से. ഏലിയാവും രാവിലെ തൊട്ടൊന്ന് ഭക്ഷിച്ചു. हमें उसका कोई फुर्सत नहीं मिला था खाने के लिए. ഏലിയാവിന് സമയം കിട്ടിയില്ല ഇത് ഭക്ഷണം കഴിക്കാൻ. परंतु उसने एक काम करने के लिए चले गया. എങ്കിലും ഏലിയാവ് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ कर्मेल की चोटी पर चढ़ गया. പർവ്വതത്തിന്റെ മുകളിൽ കയറി हमें वो अपने आप को नीचे जमीन पर गिर पड़ा തന്നെ ഭൂമിയിലേക്ക് വീണുകൊണ്ട് और परमेश्वर से वो दुआ करने लगे. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. क्यों बारिश नहीं हो रहा है? എന്തുകൊണ്ട് മഴ ഉണ്ടാകുന്നില്ല? हमें जरूर परमेश्वर का प्रतिज्ञा है, प्रॉमिस है बारिश का. മഴ പെയ്യുമെന്ന് ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ട്. परंतु क्यों हम प्राप्त नहीं कर रहे? എന്തുകൊണ്ട് നമ്മൾ പ്രാപിക്കുന്നില്ല? हम अपने कामों में व्यस्त है. നമ്മളുടെ കാര്യങ്ങൾ ബിസിയാണ്. हमें तैयार किए हुए भोजन हम छोड़ना नहीं चाहते हैं. തയ്യാറായിരിക്കുന്ന ഭക്ഷണം വിട്ടുകളയുവാൻ നമ്മൾ अच्छा बढ़िया बढ़िया खाना तैयार है. നല്ല ഫുഡ് റെഡിയാണ്. और साउथ इंडियन, नॉर्थ इंडियन, चाइनीज, अमेरिकन सारा भोजन तैयार है. എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും അവിടെ റെഡി ആയിട്ടിരിക്കുന്നു. अमेरिका में क्या नहीं मिलता है? ഈ അമേരിക്കയിൽ എന്ത് ഭക്ഷണമാണ്? और मेडिटेरेनियन भी है. മെഡിറ്ററേനിയൻ ഫുഡ് वो तो बहुत ही स्पेशल है. അത് സ്പെഷ്യൽ ആണ്. अरे आप क्या नहीं पाओगे? അതെ നമ്മൾ എന്തും हमें जो कुछ भी चाहे हम खा सकता है इस स्टेज में. എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമുക്ക് परंतु खाने पीने के लिए उठकर खड़े हो जाएंगे. പക്ഷെ നമ്മൾ ഭക്ഷിപ്പാനും പാനം ചെയ്യാൻ മാത്രമേ हमें परमेश्वर के बारिश नहीं गिरेंगे. നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തെ एलिया को मालूम है क्या करना है. ഏലിയാവിനെ അറിയാം എന്ത് ചെയ്യണം. हमें वो अपने आप को नीचे गिरा दिया. അദ്ദേഹം തന്നെ ഭൂമിയിൽ താഴെ വീണുകൊണ്ട് क्या दर्शाता है वो? അവിടെ നമ്മൾ എന്താണ് അത് The കാണിക്കുന്നത്? intensity of his prayer. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ആധിക്യത്തെ കാണിക്കുന്നു. हमें अलग अलग लोगों ने दुआ किया था. പല ആൾക്കാരും പ്രാർത്ഥിക്കുകയുണ്ടായി. और इनका posture shows the intensity of their prayer. പ്രാർത്ഥന അദ്ദേഹത്തിന്റെ പൊസിഷനെ കാണിക്കുന്നു. പ്രാർത്ഥനയുടെ ഇന്റൻസിറ്റി. काफी लोग खड़े होकर दुआ करते हैं. ഒത്തിരി ആൾക്കാർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. एलियासर शादी के लिए लड़की ढूंढने के लिए गया तो खड़े होकर दुआ किया. എലിയാസർ ഇസ്ഹാക്കിന് വേണ്ടി വധുവിനെ അന്വേഷിക്കാനായിട്ട് പോയപ്പോൾ എഴുന്നേറ്റ് നിന്നാണ് പ്രാർത്ഥിച്ചത്. आमीन. इसे बीवी ढूंढ रहा है, खड़े होकर दुआ कीजिए. ഭാര്യ അന്വേഷിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. परंतु एक लड़ाई के सामने मूसा खड़ा था. ഒരു വഴക്കിന്റെ ഇടയിൽ മോശ നിൽക്കുകയാണ്. और हमें पहाड़ के ऊपर मूसा बैठा है. पर्वतത്തിന്റെ മുകളിൽ മോശ ഇരിക്കുന്നു. और क्या कर रहा है? उसका दोनों हाथ उठाकर वो परमेश्वर से दुआ. മോശ രണ്ട് കൈയും ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. कितने टाइम तक आप हाथ उठाकर खड़े होंगे? എത്ര സമയം നിങ്ങൾക്ക് കൈ ഉയർത്തി मूसा का हाथ भी थक गया. മോശയുടെ കൈയും കരങ്ങളും തളർന്നുപോയി. हारून
हूर आकर उसको मदद किया। അവിടെ ആരോരും മറ്റുള്ള സഹോദരന്മാരും വന്ന് കൈ താങ്ങി നിർത്തി. दोनों हाथ ऊपर करके दुआ कर रहा है। രണ്ട് കൈയും പൊക്കി മോശ പ്രാർത്ഥിച്ചു. लड़ाई के बीच में वो हाथ उठाकर दुआ करे। അവിടെ ഒരു യുദ്ധത്തിന്റെ നടുവിൽ നിങ്ങൾ കൈ പൊക്കി. Your body posture stands to the Lord. How intensive, I mean, what intensity you mean, all what importance you give for your prayer. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷ കാണിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആധിക്യം. हमें यहाँ पर दोनों हाथ खड़ा करके मुंह से दुआ कर रहा है। ഇവിടെ നമ്മൾ കാണുന്നു മോശ രണ്ട് കൈയും ഉയർത്തി പ്രാർത്ഥിക്കുന്നു. हमें सिंह के हमें मांद में जानने वाला हमें दानियल घुटना टेक कर दुआ कर रहा है। സിംഹങ്ങളുടെ കുഴിയിൽ വീണുപോയ ദാനിയേൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. हमें आप सिंहों की मांद में है, നിങ്ങൾ സിംഹങ്ങളുടെ ഇടയിലാണോ? घुटना टेक कर दुआ कर रहे हैं। മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. हालेलुया। आपका प्रेयर में होड़ आने दो। അവരുടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ होल्स है ना, प्रेयर मैच में। ഓക്കേ, നിങ്ങളുടെ പ്രയർ മുറിയിൽ നിങ്ങളുടെ പാടുകൾ, നിങ്ങളുടെ ശരീരത്തിന്റെ പാടുകൾ ഉണ്ടാവും. हमें घुटना टेक कर दुआ किया दानियल ने। മുട്ടുമടക്കി പ്രാർത്ഥിക്കൂ. हमें यीशु ने गेत्सेमने में दुआ किया। നമ്മൾ കാണുന്നു യേശു ഗെത്സമനിയിൽ वो उसके जैसे एक दुआ नहीं हमें देखते हैं। അതുപോലെ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നു. यीशु अलग-अलग समय पर अलग-अलग रीति में दुआ किए हैं। യേശു പല സമയത്ത് പല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. तो गेत्सेमने का दुआ अलग सा था। എങ്കിലും ഗെത്സമനിയിലെ പ്രാർത്ഥന हमें उसके शरीर से खून बाहर आने लगा। അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം हमें पसीना नहीं आ रहा था, खून आ रहा था। ഉയർപ്പല്ലായിരുന്നു, രക്തമായിരുന്നു. Intensity of your prayer is seen in your postures. നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിങ്ങളുടെ പൊസിഷൻ നിങ്ങളുടെ ഇന്റൻസിറ്റി കാണിക്കുന്നു. हम couch में बैठकर നമ്മള് സോഫയിൽ കിടന്ന് റിക്ലൈനർ अगर हो सकता तो रिक्लाइनर भी डालता। പറ്റുമെങ്കിൽ റിക്ലൈനർ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത് നിനക്ക് ഓർമ്മ വേണം. വിഷയങ്ങളുടെ ഗൗരവത്തോടു കൂടിയാണ് നീ നിൽക്കുന്നത്. വിഷയങ്ങളുടെ ഗൗരവത്തിൽ നിങ്ങൾ നിൽക്കുകയാണ്. परमेश्वर को मस्जिद में तू खड़ा है നീ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. और विषयों के ऊपर तुम खड़ा है। ചില വിഷയങ്ങളുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. घुटना टेक के खुदा को मस्जिद में മുട്ടുമടക്കി ദൈവത്തോട് हाथ പ്രാർത്ഥിക്കുന്നു. उठाकर दुआ करे, ദൈവമൊക്കെ ദൈവത്തെ नीचे अपने आप को गिराकर दुआ करे। വീണ് കിടന്ന് പ്രാർത്ഥിക്കൂ. And your posture tells what do you mean by the prayer. നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ അതിന്റെ ഇന്റൻസിറ്റി കാണിക്കുന്നു. एलिया नीचे अपने आप को गिरा दिया। ഏലിയാവ് താഴെ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നു. हमें खुदा से दुआ कर रहा है। ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. हमें खुदा से दुआ कर रहा है। ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. मेरा समय यहाँ पर बंद हो रहा है, നമ്മുടെ സമയം ഇവിടെ फिर भी मैं जल्दी बोलने के लिए चाहता हूँ। എങ്കിലും ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാം. पहले जब 850 नबियों के सामने जब आग के लिए दुआ किया, 2 बार ही उसने दुआ किया था। മുമ്പേ 850 പ്രവാചകന്മാരുടെ മുമ്പിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ഏലിയാവ് പ്രാർത്ഥിച്ചു. सारे इस्राएली लोग उठकर कर देख रहा था क्या होने वाले है। എല്ലാ ഇസ്രായേൽ മക്കളും എഴുന്നേറ്റ് നിന്ന് നോക്കിയാണ് ഇവിടെ എന്താണ് സംഭവിക്കാൻ एक बार പോകുന്നത്. उसने दुआ किया, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു. पढ़ने के लिए समय नहीं था, समय नहीं है इसलिए मैं नहीं पढ़ रहा हूँ। വായിക്കാൻ നമുക്ക് സമയം हमें बाद में जाकर पढ़ के देख लेना। നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണമെന്ന് पहला प्रेयर में थोड़ा सा गड़बड़ी हम देख सकते हैं। ആദ്യത്തെ പ്രാർത്ഥനയിൽ ഒരു ചെറിയ പ്രശ്നം നമ്മൾ अपने आप को भी थोड़ा वो आगे बढ़ा रहा था। ഏലിയാവിനെ കൂടെ കുറച്ച് സെൽഫ് ആയിട്ട് പൊക്കുന്നുണ്ടായിരുന്നു. करेक्ट, हिंदी में बोलते हैं मौका देकर चक्का मार रहा था। നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഗോൾ അടിക്കുക. अरे मलयालम गोल अടിക്കാൻ നോക്കിയില്ല, हमें खुदा का जवाब नहीं मिला। പക്ഷേ ദൈവത്തിന്റെ ഉത്തരം ലഭിച്ചു. हमें सेकंड प्रेयर में अपने आप को हटा दिया, രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ഏലിയാവിനെ खुदा को ही महिमा दे दिया। ദൈവത്തിന് മാത്രം മഹിമ हमें കൊടുത്തു. सारे इस्राएल जानना चाहिए आप ही खुदा है करके। എല്ലാ ഇസ്രായേലും മനസ്സിലാക്കണം അന്ന് മാത്രമാണ് ദൈവം. तो अगर हमें बहुत सारे दुआ में क्यों जवाब नहीं मिल रहा है? നമ്മുടെ പല പ്രാർത്ഥനകളിലും എന്തുകൊണ്ട് നമുക്ക് ഉത്തരം हम भी ലഭിക്കുന്നില്ല? अपने आप को प्रमोट करने के लिए चाहते हैं। നമ്മളെ സെൽഫായി പ്രൊമോട്ട് मैं ചെയ്യുന്നു. प्रार्थना करने से चंगा मिला है, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ हाँ मैं प्रार्थना करने से छुटकारा मिल रहा ഞാൻ है। പ്രാർത്ഥിച്ചാൽ എനിക്ക് ലഭിക്കും. मैं करने से हमें आंसर नहीं मिलेगा भाई, ഞാൻ എന്നുള്ളത് കൊണ്ട് आंसर नहीं मिलेगा बहन। ഉത്തരം കിട്ടത്തില്ല. हमें खुदा को महिमा देकर दुआ करें, ദൈവത്തിനെ ഉയർത്തുക. हमें खुदा ने आग बरसा कर वहां पर आंसर दे दिया। ദൈവം തീയിറക്കി അവിടെ ഉത്തരം കൊടുത്തു. पर यहाँ पर अकेले खड़े हैं, ഇവിടെ ഒറ്റയ്ക്കാണ് ഏലിയാവ്. हमें उसने अपने बालक अपने अटेंडर को बोल रहा है जाकर देखे कुछ दिखाई दे रहा। അവിടെ അവന്റെ ബാല്യക്കാരനോട് പറയുന്നു പോയി നോക്കൂ. एलिया पहले बार भेज दिया अपने अटेंडर को,
ആദ്യത്തെ ബാല്യക്കാരൻ ആദ്യം പറഞ്ഞു വിട്ടു. हमें वो आके बोला कुछ नहीं दिख रहा. ബാല്യക്കാരൻ എന്ന് പറഞ്ഞു. सेकंड टाइम ही सेंड, രണ്ടാം പ്രാവശ്യം വിട്ടു. वो आकर बोल दिया कुछ नहीं दिखाई दे रहा. ഒന്നും കാണുന്നില്ല എന്ന് ബാല്യക്കാരൻ. हमें एलिया ने सोचो कि 2 बार दुआ किया फिर भी कुछ नहीं हो रहा है. ഏലിയാവ് ചിന്തിച്ചു കാണും, രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ചു ഒന്നും अगर मैं और आप होता तो हम हमारा प्रार्थना को छोड़ देते. നമ്മളായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ നിർത്തിപ്പോയി. काफी लोग बोलते हैं प्रभु अगर आपकी मर्जी है तो आप कर लेना. നമ്മൾ പലപ്പോഴും പറയും അങ്ങയുടെ ഹിതമാണെങ്കിൽ കർത്താവിനെ നടക്കണം. ये राजा काफी कर छोड़ रहा है तो मैं क्यों यहाँ पर ऐसा प्रार्थना करूँ. ഇവിടെ ഈ രാജാവ് ഫുഡ് ഒക്കെ കഴിച്ചിരിക്കുന്നു, ഞാൻ എന്തിനും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. मैंने क्या हुआ है, എനിക്കെന്ത് വേണം, मैंने क्या बिगड़ा है, ഞാൻ എന്ത് തെറ്റ് ചെയ്തു. अगर ये राजा को नहीं है तो मैं क्यों पीछे पड़ूं. ഈ രാജാവിന് ആവശ്യമില്ലെങ്കിൽ എനിക്കെന്താണ്. परंतु उसने तीसरा बार दुआ किया, എങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം, 14 बार दुआ किया. നാലാമത്തെ പ്രാവശ്യം हमें उसने प्रभु से सवाल किया होंगे खुदा बाप जिंदगी में एक ही विषय के लिए मैंने 5 बार दुआ नहीं किया. അവൻ പറഞ്ഞു കാണും, കർത്താവേ ഞാൻ ഈ ഒരു എന്റെ ജീവിതത്തിൽ 5 പ്രാവശ്യത്തിന് ഇതുവരെ ഒരു परंतु उसने जवाब पाने तक छोड़ा नहीं. എങ്കിലും ഏലിയാവ് ഉത്തരം ലഭിക്കുന്ന मेरा और आपकी प्रार्थनाएं दुआएं हमने छोड़ दिया है. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെ ഇടയ്ക്ക് വെച്ച് अपने समय पर जवाब ना मिलने का कारण, നമ്മുടെ സമയത്ത് ആൻസർ കിട്ടിയില്ല, अपने परिवार में जवाब ना मिलने का कारण, നമ്മുടെ സമയത്ത് നമുക്ക് ഉത്തരം ലഭിക്കാത്ത കാരണം हमें अपने प्रेयर को छोड़ दिया है. നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളെ वापस आने के लिए खुदा बोल रहा है, മടങ്ങി വരുവാൻ come back my people. മടങ്ങി വരുവാൻ കർത്താവ് Amen. Until God answer our prayers. ദൈവം നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി തരുന്നതുവരെ हमें जब तक आप मुझे आंसर नहीं देगा, നമ്മൾക്ക് ഉത്തരം ലഭിക്കുന്നത് വരെ मैं छोड़ूंगा नहीं प्रार्थना. പ്രാർത്ഥന നിർത്തത്തില്ല. मैं प्रार्थना से उठेंगे नहीं. ഞാൻ പ്രാർത്ഥന മുറിയിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല. हमें आसानी से नहीं बैठा है. അങ്ങനെ ചുമ്മാ ഇരിക്കുകയല്ല. मुझे नहीं मालूम कैसे ये सिर पैरों के नीचे गया है. പാസ്റ്ററുടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എങ്ങനെയാണ് തല മുട്ടുകളുടെ ഇടയിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചത്. मेरा पेट ज्यादा बड़ा होने के कारण ഞങ്ങൾ രണ്ടുപേരുടെയും ചെറുതല്ല. पीटर भाई कोशिश करके देख लेना भाई. പീറ്റർ ഭായി ശ്രമിക്കുന്നുണ്ട്. विदुन ट्राई कर लेना. പലരും ശ്രമിക്കുന്നുണ്ട്. ठीक है देख लेना कैसे हमें दोनों पैर के नीचे है. എങ്ങനെ തല മുട്ടുകളുടെ ഇടയിൽ വെച്ച് എങ്ങനെ പ്രാർത്ഥിക്കാൻ खुदा से 7 बार दुआ किया. 7 പ്രാവശ്യം ദൈവത്തോട് और 7वां बार जब हमें ये अटेंडर जाके वापस आया, 7ാം പ്രാവശ്യം ബാല്യക്കാരൻ പോയി നോക്കിയിട്ട് हमें उसने कहा एक हाथ सा बड़ा एक बादल दिखाई दे रहा है. ആ ബാല്യക്കാരൻ പറഞ്ഞു ഒരു കൈയുടെ വലിപ്പത്തിലുള്ള ഒരു हाथ से बड़ा. കൈയുടെ വലിപ്പമുള്ള हमें वो शेप महत्वपूर्ण नहीं है. ഷേപ്പ് അല്ല അവിടെ हमें साइज महत्वपूर्ण है. അവിടുത്തെ സൈസ് ആണ് അവിടുത്തെ Amen. Let me tell you, a short token of your prayer answer. ഒരു ചെറിയ പ്രാർത്ഥനയുടെ ഉത്തരം. Amen. Amen. छोटा सा token of your prayer. ഒരു പ്രാർത്ഥനയുടെ ഒരു ചെറിയ ഉത്തരത്തിന്റെ Yes. वही दिखाई दे रहा है. ഒരു ചെറിയ അത് മാത്രമാണ്. Amen. हमें एलिया ने कहा वो काफी है. ഏലിയാവിന് മനസ്സിലായി ഇത് ധാരാളമാണ്. Amen. एक हालेलुया उड़ रहा है सब खलीशा में. ഒരു ഹാലേലൂയ സഭയിൽ കൊടുത്തുണ്ടോ. Amen. वो काफी है. അത് മാത്രം അത് ധാരാളമാണ്. हमें कोई ताली बजा रहा है. ആരെങ്കിലും കൈ കൊണ്ടുണ്ടോ. Amen. वो काफी है. അത് ധാരാളമാണ്. Amen. Encourage. അത് നമ്മൾ उसके लिए परमेश्वर को धन्यवाद करें. Amen. Encourage them who are doing it. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. Amen. He was able to hear a big sound of rain. ഏലിയാവ് വലിയൊരു മുഴക്കം കേൾക്കുവാനിടയായി. Hallelujah. जब वो दुआ करते रहा 7 बार. 7 പ്രാവശ്യം ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ Amen. वो 7वां बार छोटी सी एक आंसर का टोकन उसने देखा. 7ാം പ്രാവശ്യം പ്രാർത്ഥനയുടെ ഒരു ചെറിയൊരു ഉത്തരം. Amen. He encouraged Ahab. Ahab से कहा अपने रथ को तैयार करो चले जाओ. ആഹാബിനോട് പറഞ്ഞു രഥം പൂട്ടി പെട്ടെന്ന് കടന്നു പോകുക. एलिया भी तैयार हो गया दौड़ने के लिए. ഏലിയാവ് ഓടാൻ തയ്യാറായി. हालेलुया. प्रियो मैं आपसे कहने के लिए चाहता हूं. ഞാൻ സഹോദരന്മാരെ നിങ്ങളോട് പറയാൻ लास्ट उपवास प्रार्थना में एक मोटी सा हमें बादल को हमने देखा है. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്തരത്തിന്റെ ഒരു ചെറിയ छोटी सी साइज का एक बादल. ഒരു ചെറിയ ഒരു മേഘം. हमें ज्यादा बड़ा नहीं है ഒത്തിരി വലുതല്ല, परंतु बादल है. ഒരു ചെറിയ മേഘം. पिछले दिनों में हमने नहीं देखा है. ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. something is happening. കാര്യങ്ങൾ സംഭവിക്കുന്നു. कुछ तो हो रहा है. എന്തൊക്കെയോ സംഭവിക്കുന്നു. खुदा काम कर रहा है. ദൈവം നമ്മൾക്ക് हालेलुया. काम करने का समय है. നമ്മൾ ചെയ്യേണ്ട സമയമായിരിക്കും. हमें प्रार्थना में बराबर रहने
കൊണ്ടുപോകാത്ത ഏലിയാവ്. हमें जब तक खुदा आंसर नहीं देंगे तब तक हम लोग प्रार्थना में आगे बढ़ते जाएंगे. നമുക്ക് വേണ്ടി പ്രാർത്ഥനയുടെ മറുപടി തരുന്നത് വരെ നമ്മൾ പ്രാർത്ഥിക്കണം. हमें आज ही एक निर्णय में आ जाए. ഇന്ന് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുക. मैं प्रभु के पास वापस आ जाऊंगा. ഞാൻ ദൈവത്തിലേക്ക് മടങ്ങി വരും. जहाँ कहीं गलतियां मेरे जीवन में, എന്റെ ജീവിതത്തിൽ പല കുറവുകളും തെറ്റുകളും हमें जैसे पूरा इस्राएल वापस आया मैं वापस आ जाऊंगा. എങ്ങനെ ഇസ്രായേൽ മുഴുവൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നോ അങ്ങനെ ഞാനും जो कुछ भी चीजें मुझे परमेश्वर की ओर से हटाता है वो सारे चीजों को जैसे एलिया ने नबियों को मार डाला वैसे मैं कट कर दूर करूंगा. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തും അകറ്റി നിർത്തുന്നു അത് ഏലിയാവ് ആ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതാണ്. Take a decision right now. ഇന്നൊരു തീരുമാനമെടുക്കുക. I mean that hinders your prayer life. Remove it from your life. എന്തെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയുക. Amen. Come back to the prayer. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക. Come back to the prayer life. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക. Come back to fasting. ഉപവാസത്തിലേക്ക് കടന്നു Come വരിക. back to the Lord. ദൈവത്തിലേക്ക് മടങ്ങി വരിക. Amen. आपका बलिवेदी तैयार होने दे. യാഗപീഠം തയ്യാറാകട്ടെ. वहाँ पर आराधना उठने दे. അവിടെ ആരാധനകൾ ഉയരട്ടെ. वहाँ पर प्रार्थना उठने दे. അവിടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. दीपा रबा शबा बड़ा बारिश का तैयारियां होंगे. വലിയ മഴയുടെ തയ്യാറെടുപ്പുണ്ടാവും. हमें जब बारिश का आवाज कान में पड़ती है മഴയുടെ ശബ്ദം നമ്മൾ ചെവിയിൽ കേൾക്കുമ്പോൾ धन्यवाद देकर खाना पीने के लिए मत जाना. അന്നേരം നമ്മുടെ സ്തോത്രം പറഞ്ഞു Then you have to increase your prayer. അന്നേരം നമ്മൾ പ്രാർത്ഥനയിൽ വീണ്ടും Increase your worship. നമ്മുടെ ആരാധനകളെ ഉയരട്ടെ. Increase your fasting. ഉപവാസങ്ങൾ കൂടട്ടെ. हमें जबरदस्त बारिश होगी. ഭയങ്കരമായ जबरदस्त बारिश होगी. വളരെ ശക്തമായ जबरदस्त बारिश होगी. ശക്തമായ Hallelujah. ദൈവ സന്നിധിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യക്തമായ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. Amen. God's Spirit was speaking to us right now. ദൈവത്തിന്റെ ഈ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Amen. पवित्र आत्मा से बात कर रहा है. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. खुदा के हाथ में हमें आज्ञाकारिता के साथ हम समर्पण करें. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പോകുന്ന ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. Amen. Let's make a decision in the presence of God. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. Lord, I am coming back to you in worship. ദൈവമേ ഞാൻ നിന്നിലേക്ക് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുന്നു. Amen. As I hear the sound of rain, ഞാൻ ആ മഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ I will not go for eat and drink. ഞാൻ ലോകത്തിന്റെ മുഖങ്ങളിൽ പോവുകയല്ല. Amen. Rather, I will spend more time in prayer. പക്ഷേ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കും. Amen. जब तक आप उत्तर नहीं देंगे എനിക്ക് ഉത്തരം ലഭിക്കുന്നത് വരെ तब तक मैं करते रहूंगा. എപ്പോൾ ഉത്തരം ലഭിക്കുന്നു അതുവരെ तब तक मैं करते रहूंगा. അതുവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. एलिया का परमेश्वर मेरा परमेश्वर है. ഏലിയാവിന്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. Amen. वो हमारा जैसा एक इंसान व्यक्ति था. നമ്മളെ പോലെ നമ്മളെ സമസമാനമുള്ള याकूब वो ही कर रहा है. യാക്കോബ് അതാണ് പറയുന്നത്. अगर वो एलिया को खुदा इस्तेमाल कर सकता है, ആ ഏലിയാവിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ इधर खड़े होने वाले सभी लोगों को खुदा यूज कर सकता है. ഓരോരുത്തരെയും കർത്താൻ ഉപയോഗിക്കും. ऑनलाइन में वॉच करने वाले तुमको परमेश्वर यूज कर सकता है. ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും ദൈവത്തിന് आपके जरिए परमेश्वर बड़ा काम करेंगे. നിങ്ങളുടെ ഇടയിലും ദൈവം വളരെ आपके जैसे लोगों के जरिए परमेश्वर ने काम की है. നിങ്ങളുടെ പോലെ ആൾക്കാരിലാണ് ദൈവം പല കാര്യങ്ങൾ ചെയ്യുന്നത്. आप परमेश्वर के हाथ में आने के लिए कार्य के लिए छोटा नहीं है. നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ചെറിയ ആൾക്കാരല്ല. अगर आप काबिल आदमी है, നിങ്ങൾ അതിന് हमें കഴിവുള്ള ആൾക്കാരാണ്. हमें प्रभु के हाथ में समर्पण करें. ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. एलिया का परमेश्वर हमारा परमेश्वर. ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവം. खुदा परमेश्वर आपके हाथ में हम समर्पण करते हैं. आपके अनुग्रह और आशीष इस वचन के ऊपर उंडे ले और हमारे जीवनों में कार्य करें और आपके महिमा देखने के लिए सहायता कीजिए. यीशु मसीह के